ആ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഈ കൂത്തുപറമ്പ് വെടിവയ്പ് നടന്നിട്ട് 30 വർഷം തികയുകയാണ്. സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനെതിരായ പ്രതിഷേധം നേരിടാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ അന്ന് 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വെടിവയ്പിൽ പരിക്കേറ്റ് 30 വർഷം ചികിത്സയിലായിരുന്ന പുഷ്പന്റെ കൂടി സ്മരണയിലാണ് ഇത്തവണ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും മറക്കാത്ത സമരരംഗമായിരുന്നു കൂത്തുപറമ്പിലേത്. സ്വാശ്രയ കോളേജ് വിരുദ്ധ നിലപാടിനെതിരെ കരുണാകരൻ സർക്കാരിലെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനെ തെരുവിൽ തടയാനുള്ള DYFIയുടെ തീരുമാനമായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. പ്രതിഷേധം വകവയ്ക്കാതെ MV രാഘവൻ കൂത്തുപറമ്പിലെ പരിപാടിക്കെത്തിയതും പിന്നീടുണ്ടായ പ്രതിഷേധവും കലാശിച്ചത് നടുറോഡിലെ പോലീസ് വെടിവെപ്പിലായിരുന്നു. DYFI നേതാക്കളായ 5 പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. KK രാജീവൻ, K ബാബു, മധു, KV റോഷൻ, ഷിബുലാൽ എന്നിവരാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് 30 വർഷക്കാലം കിടപ്പിലായിരുന്ന പുഷ്പൻ കൂടി വിട പറഞ്ഞതോടെ ഈ വർഷത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണം പുഷ്പന്റെ സ്മരണയിൽ കൂടിയാകും നടത്തുക. 5 ചെറുപ്പക്കാരാണ് അന്ന് ഈ കൂത്തുപറമ്പിന്റെ സമരഭൂമിയിൽ വെടിയേറ്റ് മരിച്ചത്. സഖാവ് രാജീവനും മധുവും റോഷനും ഷിബുലാലും മധുവും ഉൾപ്പെടെ 5 ചെറുപ്പക്കാർ അന്ന് മരണപ്പെടുകയുണ്ടായി. അന്ന് ഗുരുതരമായി നട്ടലിന് വെടിയേറ്റ സഖാവ് പുഷ്പൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ നീണ്ട 30 വർഷക്കാലം ലോകത്തെമ്പാടുമുള്ള പോരാളികൾക്ക് ആവേശമായും വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമായും സഹനത്തിൻ്റെ ഒരു ആൾരൂപമായി സഖാവ് ജീവിക്കുകയായിരുന്നു. ആ സഖാവ് ഉൾപ്പെടെ 6 പേരെയാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നഷ്ടമായത്. അവർ ആ നിലയിൽ രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുള്ളത്. കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മരണയിൽ കണ്ണൂരിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂത്തുപറമ്പിൽ നടക്കുന്ന അനുസ്മരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും DYFI അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.